മുഴുവനും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു നമ്മളെ സൃഷ്ടിച്ചതാണ്. സൃഷ്ടാവായ ദൈവമാണ് യേശുക്രിസ്തു, അല്ലെ? നമ്മൾക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന് നമ്മൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ പക്കത്തിരുന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം, അല്ലെ? നമ്മൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവം, നമ്മളെ തൻ്റെ ജീവനേക്കാളും അധികമായിട്ട് സ്നേഹിക്കുന്ന ഒരു ദൈവം, അല്ലെ? പലരും യേശുവിനെ പറ്റി പലതാണ് പറയുന്നത്. ചില ആൾക്കാർ ഫോറിൻ ഗോഡ് ആണെന്ന് പറയുന്നവരുണ്ട്, അല്ലെ? വെസ്റ്റേൺ വേൾഡിന്റെ ഗോഡ് ആണെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയുന്ന ഒരു പ്രോഫറ്റ് ആണെന്ന് പറയുന്നവരുണ്ട്, അല്ലെ? പക്ഷേ ഇതൊന്നുമല്ല എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവനെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യവർഗത്തിന്, അല്ലെ? വിശ്വസിക്കാം, അവനെ വിശ്വസിക്കാം, അവനെ മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം അവൻ മാത്രമാണ് സത്യം. ഈ ലോകത്തിൽ കാണുന്ന എല്ലാം ഒന്നും സത്യമുള്ള കാര്യമല്ല, അല്ലെ? പീലാത്തോസ്, അല്ലെ, പൈലറ്റിന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്താണ് സത്യം എന്നുള്ളത്. യേശുക്രിസ്തു മാത്രമാണ് സത്യം. നമ്മളോട് നമ്മുടെ ദൈവം പറയുന്ന ഇതാണ്, നമ്മളുടെ വഴികളെ അവന്റെ കൈകളിലേക്ക് കൊടുക്കുക, അല്ലെ? നമ്മുടെ ജീവിതത്തെ അവന്റെ കയ്യിലേക്ക് കൊടുക്കുക. നമ്മളുടെ വർക്കുകൾ, നമ്മൾ ചെയ്യുന്ന വർക്കുകളെ അവന്റെ കയ്യിലേക്ക് കൊടുക്കുക. അവൻ യേശുവിന് ഒരിക്കൽ പോലും സക്സസ്ഫുൾ ആകാതിരിക്കാൻ സാധിക്കത്തില്ല. കാരണം ദൈവമാണ്. ദൈവം എപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കും. ദൈവം എപ്പോഴും വിക്ടോറിയസ് ആയിരിക്കും, അല്ലെ? നമ്മൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വഴികളെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കും, യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിക്ടോറിയസ് ആകും. കാരണം അവൻ നമ്മളെ വിക്ടോറിയസ് ആക്കും, അല്ലെ? നമ്മുടെ നീതിയും പ്രഭാതത്തിലെ വെളിച്ചം പോലെയും, അല്ലെ? നമ്മുടെ ന്യായം എന്ന് പറയുന്നത് ഉച്ച സമയത്തുള്ള പ്രകാശം പോലെ ആക്കി ദൈവം തീർത്തു തരും, അല്ലെ? നമ്മളെ തിളങ്ങുന്ന തിളങ്ങുന്ന സ്റ്റാറുകളെ പോലെ ആക്കി തീർക്കും നമ്മുടെ ദൈവം, അല്ലെ? അതാണ് അവന്റെ ആഗ്രഹം. തന്നെ പോലെ തന്റെ കുഞ്ഞുങ്ങളായിരിക്കണം എന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതം യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക, നമ്മുടെ വഴികളെ ഈ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക. അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കത് പ്രാർത്ഥിച്ച് ചർച്ച സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹവുമില്ല കർത്താവേ. യേശുവെ, ഞങ്ങളെ തേടിയെത്ത സ്നേഹവും കർത്താവേ. ഞങ്ങളെ വിക്ടോറിയസ് ആക്കണം എന്നൊരു തീരുമാനം എടുത്ത ദൈവം, ഞങ്ങൾക്ക് വേണ്ടി എന്നും നിൽക്കും എന്ന് ഒരു തീരുമാനം എടുത്തിരിക്കുന്ന ദൈവം അങ്ങ്. നന്ദി പിതാവ് കർത്താവേ. അങ്ങേലെ പോലെ ഒരു ദൈവമില്ല, അങ്ങയുടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹവുമില്ല കർത്താവേ. നന്ദി പിതാവ് കർത്താവേ. ഞങ്ങൾക്ക് ഈ ജീവൻ തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല എന്നുള്ള സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഇന്ന് പഠിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങല്ലാതെ വേറെ ആരുമില്ല ഞങ്ങൾക്ക്. നന്ദി പിതാവ് കർത്താവ്. ഞങ്ങൾക്കായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വസിക്കുന്ന നന്ദി പറയുന്നു പിതാവേ. അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ മകനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സങ്കീർത്തനം 37 5ഉം 6ഉം വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 37 5ഉം 6ഉം വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. അപ്പൊ ഇത് ഡേവിഡിന്റെ സങ്കീർത്തനമാണ്. ഡേവിഡ് ഇത് എഴുതുമ്പോൾ പ്രായമായിരുന്നു. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതേ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കല് എന്താ പറയുക, യങ്ങായിട്ടുള്ള ഒരാളായിരുന്നു, ഇപ്പൊ ഞാൻ ഓൾഡ് ആയിരിക്കുന്നു എന്ന് ഡേവിഡ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇത് പ്രായമായി കഴിഞ്ഞപ്പോൾ ഡേവിഡ് എഴുതുന്ന സങ്കീർത്തനമാണ്. അപ്പൊ അപ്പോഴേക്കും ഡേവിഡിന് വളരെയധികം അറിവ് കിട്ടിക്കഴിഞ്ഞിരുന്നു, അല്ലെ? ഒരു കാലത്ത് ഡേവിഡ് ദൈവത്തിന്റെ വഴി കൂടെ നടന്നു. പിന്നെ ഒരു സമയം ആയപ്പോഴേക്കും ഡേവിഡ് കുറച്ചൊന്ന് വ്യതിചലിച്ചത് കൊണ്ട് പിന്നെ ഡേവിഡിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നു. അതിൽ നിന്നെല്ലാം ദൈവം ഡേവിഡിനെ വിടുവിച്ചു. പക്ഷെ അവസാനമായപ്പോഴേക്കും ഡേവിഡിന്റെ കാര്യം പിടികിട്ടി. ഒരു കാരണവശാലും ദൈവം തനിക്ക് വെച്ചിരിക്കുന്ന വഴിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റോ റൈറ്റ് മാറിപ്പോകരുത്. തന്റെ വഴികളെ, നമ്മളുടെ വഴികളെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ നമ്മളെ വിക്ടോറിയസ് ആക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ നീതിയെ, അല്ലെ, പ്രഭാതം പോലെ തന്നെ നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ പോലെ, അല്ലെ, ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ മാറ്റി, യേശുവിന്റെ ഇമേജിലേക്ക്, ലൈക്നെസ്സിലേക്ക് നമ്മളെ മാറ്റി ദൈവം, അല്ലെ? അപ്പോൾ നമുക്കറിയാം
സദൃശവാക്യങ്ങൾ 16 ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 16:3 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. അപ്പൊ നമ്മള് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ നമ്മുടെ പ്ലാനുകൾ സക്സസ്ഫുൾ ആകണമെങ്കിലും നമ്മളുടെ പ്രവർത്തികളെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക, നമ്മുടെ വർക്കിനെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക, അല്ലെ? ഈ ലോകത്തുള്ള ആൾക്കാരൊന്നും യേശുവിന്റെ കയ്യിലേക്ക് അവരെ പ്ലാനുകൾ കൊടുക്കുന്നില്ലല്ലോ. പിന്നെ അപ്പൊ അവരുടെ വർക്കുകൾ സക്സസ്ഫുൾ ആയിരിക്കുന്നില്ലേ എന്നൊക്കെ അത് ചോദ്യം ചോദിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ദൈവത്തിനെ ബേസ് ചെയ്ത് ആയിട്ടുള്ള ദൈവത്തെ ആശ്രയിച്ചുള്ള ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമ്മൾ നടക്കുന്നത് ജീവിതത്തിലേക്കാണ്, അല്ലെ? നമ്മൾ എന്താ പറയാ, നടന്ന് അടുക്കുന്നത് യേശുവിലേക്കാണ്, നമ്മൾ നടന്ന് അടുക്കുന്നത് സ്വർഗത്തിലേക്കാണ്. ബാക്കിയുള്ളവർ, ഈ ലോകത്തുള്ളവര് ഇപ്പോഴവരുടെ ജീവിതം സക്സസ്ഫുൾ ആണെന്നും നമ്മൾ വിചാരിച്ചാലും, പക്ഷെ അവര് ഓരോ നിമിഷം നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മരണത്തിലേക്കാണ്, അല്ലെ? നമുക്കറിയാം, റോമക്കത്ത് ലേഖനത്തിൽ 8-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഒരു മനസ്സ് അത് ജഡത്തിന്റെ മോഹങ്ങളാ, ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, ഗവേൺ ചെയ്യപ്പെടുന്ന മനസ്സെന്ന് പറഞ്ഞാൽ അത് മരണമാണ്, അല്ലെ? പക്ഷെ ഒരു വ്യക്തി അവൻ ഹോളി സ്പിരിറ്റ് ഗോഡിനാലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ, ലീഡ് ചെയ്യപ്പെടുന്നെങ്കിൽ, ഒന്നാമത്തെ കാര്യം അവര് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളാണ്. പിന്നെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന, ഗവേൺ ചെയ്യപ്പെടുന്ന ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അത് ജീവിതമാണ്, അത് ജീവനാണ്, അത് സമാധാനമാണ്, അല്ലെ? അപ്പൊ നമ്മൾ നമ്മുടെ വഴിയെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വർക്കുകളെ ദൈവത്തിന്റെ കൈകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ജീവിതമായിരിക്കും, ജീവനായിരിക്കും, അത് സമാധാനത്തിലുള്ള കാര്യമായിരിക്കും, അല്ലെ? കാരണം ദൈവത്തിന്റെ കയ്യൊപ്പ് അതിൽ ഉണ്ടായിരിക്കും. ദൈവം അതില് തന്റെ എന്താ പറയാ പ്രവർത്തികൾ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നമ്മളുടെ ജീവൻ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി, വലിയ മഹത്തരമായ പ്രവൃത്തി, അല്ലെ, അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വഴികളെല്ലാം കറക്റ്റ് ആയിട്ടുള്ളതെന്നുള്ള അങ്ങനെയാണ് നമ്മളുടെ വിചാരം. ഇവിടെ ഇങ്ങനെ ഇതേ സദൃശവാക്യത്തില് 16-ാമത്തെ സദൃശവാക്യത്തിലെ 2-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനെ തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയെ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ യേശുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ, ഈ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു കാര്യം എല്ലാ മനുഷ്യരിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്നോ നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്, മറ്റുള്ളവരെല്ലാം മോശം ചെയ്യുന്നെന്നുള്ളത് നമ്മളുടെയൊക്കെ ഒരു മനസ്സിലിരിപ്പ്. എല്ലാ വ്യക്തികളും അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് ഒരു വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് വിചാരിച്ച് നോക്കിയേ. നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള വഴക്കുകൾ, അല്ലെങ്കിൽ സഹോദരങ്ങളും സഹോദരിമാരെയും ഒക്കെ തമ്മിലുള്ള വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യമെന്ന് നമ്മൾ വിചാരിക്കുന്നു, അല്ലെ? മറ്റുള്ളവരെ മോശപ്പെട്ട രീതി ചെയ്ത് മറ്റുള്ളവരുടെ കയ്യിലിരിപ്പം മോശം നമ്മൾ എപ്പോഴും വിചാരിക്കും, നമ്മൾ എപ്പോഴും നല്ലതാണ് നമ്മളുടെ വിചാരം. പക്ഷെ ദൈവം പറയുന്നത് എന്താ പറയുന്നത്, അത്രയ്ക്ക് വെടിപ്പായിട്ടൊന്നുള്ളതൊന്നും അല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ വഴികളൊന്നും അത്ര വെടിപ്പായിട്ടൊന്നും അല്ല എന്നാൽ ദൈവം പറയുന്നത്. അപ്പൊ യഹോവ ആത്മാവിനെ അളന്ന് നോക്കുന്നത്, യഹോവയ്ക്ക് അറിയാം, ഹൃദയത്തെ അറിയാം, അല്ലെ? അപ്പൊ നമ്മൾ ശക്തിയുള്ളവരാണ്, നമ്മൾ ചെയ്യുന്നത് എല്ലാം കറക്റ്റ് ആണെന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു അഹങ്കാരത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? മനുഷ്യര് ശക്തി ഇല്ലാത്തവരാണ്, അല്ലെ? ഒട്ടും ശക്തി ഇല്ലാത്ത, ഒരു കഴിവുമില്ലാത്ത വ്യക്തികൾ നമ്മൾ എന്തിനാണ് പിന്നെ നമ്മുടെ തന്നെ ജീവിതത്തിന്റെ വഴിയെ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്, അല്ലെ? നമ്മൾ എന്തിനാണ് നമ്മുടെ വഴിയെ തന്നെ നമ്മൾ അങ്ങോട്ട് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? മനുഷ്യനെ പറ്റി പറയുന്നത് യെശയ്യാവ് 40 പോകുമ്പോ നമ്മളെ പറ്റി പറഞ്ഞിരിക്കുക എന്താ, പുല്ല് പോലെയാണ്, അല്ലെ? നമ്മളുടെ ബ്യൂട്ടി എന്ന് പറയുന്നപ്പോ 40-ന്റെ 6, 7, 8 വായിക്കുവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 6 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യെശയ്യാവിന്റെ 40-6 പറഞ്ഞിരിക്കുന്നത് ഇതാ, കേട്ട് വിളിച്ചു പറയും, ഒരുത്തൻ പറയുന്നു, എന്ത് വിളിച്ചു പറയണ്ടോ എന്ന് ഞാൻ ചോദിച്ചു, സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആവുന്നു. അതാണ് നമ്മളുടെ ഒരു അവസ്ഥ. സകല ജഡവും, അല്ലെ? സകല ജഡവും പുല്ല് പോലെയും അവരുടെ അതിന്റെ ഭംഗിയിലും വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, അതേ ജനം പുല്ലു തന്നെ. അപ്പൊ യഹോവയുടെ ശ്വാസം നമ്മൾ നേരെ ഊതിയാൽ, അല്ലെ, നമ്മൾ കരിഞ്ഞു പോകുന്നതേ ഉള്ളൂ, അല്ലെ? വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുക, മനുഷ്യര് പുല്ല് പോലെയാണ്, സൂര്യൻ ഉദിക്കുമ്പോഴേക്കും അത് എന്താ പറഞ്ഞ അതിന്റെ ആ ബ്യൂട്ടിയിലങ്ങ് നശിച്ചു പോവുക, അല്ലെ? വയലിലെ പുഷ്പം പോലെ സൂര്യൻ ഉദിക്കുമ്പോഴേക്കും അതിന്റെ ബ്യൂട്ടി അങ്ങ് നശിച്ചു പോകും. അത്രയേ ഉള്ളൂ മനുഷ്യര്, അല്ലെ? ദൈവം നമ്മൾക്ക് ഒരു
വല്ലാത്തൊരു പദവിയാണ് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ മക്കൾ എന്നുള്ളൊരു പദവി നമ്മൾ തന്നിരിക്കുന്നത് അല്ലെ. അത് വെറുതെ ഒരു കാര്യമല്ല. നമ്മൾ വെറുതെ ഇങ്ങനെ പറയാം, "ഓ, ഞാൻ ദൈവത്തിന്റെ മകനാണെന്നൊക്കെ പറയും, മകളാണെന്നൊക്കെ പറയും." പക്ഷെ അതിന്റെ ഒരു ഒരു പൊട്ടൻഷ്യൽ അല്ലെ, ദൈവം എന്താണ് നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ല. പത്രോസിന്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അല്ല, ഒന്നാമത്തെ പത്രോസിന്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒരു കാലത്ത് നമ്മൾ ദൈവത്തിൻ്റെതായിരുന്നില്ല. ഒരു കാലത്ത് ദൈവത്തിന്റെ എന്താ പറയാ, കൃപ കിട്ടാൻ വേണ്ടി, മേഴ്സി കിട്ടാൻ വേണ്ടി അതിനുള്ള യാതൊരു അർഹതയും ഉള്ള വ്യക്തികൾ ആയിരുന്നില്ല നമ്മൾ. പക്ഷേ ഇന്ന് നമ്മളെ ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡും ഹോളി നേഷനും ആക്കി മാറ്റിയിരിക്കുക, രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയിരിക്കുക. ഒരു കാലത്ത് പാപത്തിന്റെ ചേറ്റുകുഴി കടന്നിരുന്ന ആളുകളെ എന്താ അതൊന്നല്ല കരകയറ്റിയിട്ട് നമ്മളിന്ന് രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയിരിക്കുക എന്ന് വിചാരിച്ചു വെക്കണം. രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ടെന്ന് വിചാരിക്കുക. റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ടെന്ന് വിചാരിച്ചു. അതിന്റെ ആ വാക്കുകൾ തന്നെ നമുക്കറിയാം. നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് പോയി നോക്കുമ്പോൾ പ്രീസ്റ്റ്ഹുഡുകൾ കൊടുത്തിരുന്ന പുരോഹിതന്മാരാക്കിയിരുന്നത് ടെമ്പിളിലും ടാബർനാക്കിളും വർക്ക് ചെയ്യാനും ഹോളി ഓഫ് ഹോളീസിലേക്ക് ചെല്ലാൻ വേണ്ടി അധികാരം കൊടുത്തിരുന്ന ലേവി വർഗത്തിൽപ്പെട്ടവർക്കായിരുന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പൊ ലേവി വർഗത്തിൽപ്പെട്ടവര് അവര് രാജാക്കന്മാരായിരുന്നില്ല. ലേവി വർഗത്തിൽപ്പെട്ടവര് പുരോഹിതന്മാർ മാത്രമേ. ഇപ്പൊ രാജാക്കന്മാരായിരുന്നത് ജൂഡ എന്നുള്ള വർഗത്തിൽപ്പെട്ടവരാണ് അല്ലെ. എന്താ പറയാ, യഹൂദ ഗോത്രത്തിൽപ്പെട്ടവര്, ജൂഡ എന്നുള്ള ഗോത്രത്തിൽപ്പെട്ടവര് പെട്ടവരായിരുന്നല്ലോ അന്ന് രാജാക്കന്മാരായിരുന്നു. അപ്പൊ യേശുക്രിസ്തു വന്ന ജൂഡ എന്നുള്ള ഗോത്രത്തിലേക്കാണല്ലോ വന്നത്. അപ്പോ അങ്ങനെയാകുമ്പോ ഇവിടെ നമ്മളെ ദൈവം റോയൽ പ്രീസ്റ്റ്ഹുഡ് ആക്കിയിരിക്കുകയാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് രാജകീയ പുരോഹിത വർഗമായിരിക്കും. അപ്പൊ രാജകീയ പുരോഹിതൻ ആരാണുള്ളത്? ഹൈ പ്രീസ്റ്റ് ആയിട്ടുള്ള ആരാണ്? യേശുക്രിസ്തു ഉള്ളത് അല്ലെ. അപ്പൊ നമ്മളെ യേശുക്രിസ്തുവിന്റെ ടൈപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്, നമ്മളെ ഗോഡ് ടൈപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് നമ്മള് അല്ലെ. എങ്ങനെയാണ്? തന്റെ രക്തം കൊണ്ട് യേശു നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് അല്ലെ. നമ്മുടെ പഴയ DNA ആടത്തിന്റെ DNA ആയിരുന്നെങ്കിൽ അതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട്, അതെല്ലാം സ്ട്രിപ്പ് ഓഫ് ചെയ്തുകൊണ്ട്, അതെല്ലാം കളഞ്ഞുകൊണ്ട് യേശുവിന്റെ DNA നമ്മളെ മാറ്റിയിരിക്കുകയാണ്. ആ ഒരു സ്ഥിതിവിശേഷം അല്ലെ, അതാണ് നമ്മൾക്ക് ദൈവം നേടിത്തന്ന ക്രോസ് ഓഫ് കാൽവരിയിൽ. അങ്ങനെയുള്ള വ്യക്തികളോട് ദൈവം പറയുക, നിന്റെ വഴികളെ യഹോവയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുക അല്ലെ. അവനെ ആശ്രയിക്കുക. നമ്മളുടെ വഴികളെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക. നമ്മൾ അവനെ ആശ്രയിക്കട്ടെ, അവൻ അത് നിർവഹിച്ചു തരും. നമ്മുടെ വർക്കിനെ അവന്റെ കയ്യിലേക്ക് കൊടുക്കുക. തന്റെ നമ്മളുടെ സകല പ്ലാനുകളും അവൻ എന്താ പറയാ, നിവർത്തി ആക്കി തരുക തന്നെ ചെയ്യും അല്ലെ. അങ്ങനെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാല് നമ്മൾ പ്രശ്നത്തിലാകും. ദൈവത്തിന്റെ വഴിയിൽ കൂടെയല്ല നടക്കുന്നതെങ്കിൽ, ദൈവത്തിനെ നമ്മൾ ആശ്രയിക്കാൻ നമ്മൾ താല്പര്യമില്ല എങ്കിൽ, ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ, നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് 32ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ, എന്താ ബുദ്ധിയില്ലാത്ത കഴുതേനെ പോലെ, കുതിരനെ പോലും കോർ കഴുതേനെയും പോലുള്ളവരായിത്തീരും അല്ലെ. 32ാമത്തെ സങ്കീർത്തനത്തിൽ 9ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളല്ലാത്ത കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അവരുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. അപ്പൊ കുതിരയെയും കോവർ കഴുതയെയും മൃഗങ്ങളെ പോലെ ആയി തീരുമെന്ന് പറഞ്ഞിരിക്കും. മൃഗങ്ങളെ പോലെ നമ്മൾ ആകരുത് എന്ന് പറഞ്ഞിരിക്കും അല്ലെ. യഹോവ നമ്മൾ പോകേണ്ട വഴിയെ അവൻ കാണിച്ചു തരുന്നു. ഇതേ 32ാം സങ്കീർത്തനത്തിൽ 8ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുക, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും അല്ലെ. അതും നമ്മളുടെ ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും വാഗ്ദാനം തെറ്റിക്കാത്തവനാണ് നമ്മുടെ ദൈവം. തെറ്റിക്കാൻ സാധിക്കത്തില്ല, കാരണം ദൈവത്തിന് കള്ളത്തരം പറയാൻ സാധിക്കത്തില്ല. മനുഷ്യരാണെങ്കിൽ ഒക്കെ കള്ളത്തരേ പറയത്തുള്ളൂ, അങ്ങനെ നമുക്ക് വിചാരിക്കാം. പക്ഷെ ദൈവം അങ്ങനെയല്ല, ഒരിക്കൽ പോലും കള്ളത്തരം പറയാത്ത. നമ്മളുടെ വഴികളെ നമ്മളുടെ ജീവിതത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ നമ്മൾക്ക് താല്പര്യമാണെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കും. കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ സക്സസിലേക്കേ പോകും അല്ലെ. ദൈവം പറയുന്ന അനുസരിക്കുവാണെങ്കിൽ നമ്മൾ വിജയിക്കുകയേ ചെയ്തു. നമുക്ക് പരാജയപ്പെടാൻ സാധിക്കത്തില്ല, യേശുവിനെ പരാജയപ്പെടാൻ സാധിക്കത്തില്ല. അപ്പൊ യേശുവിന്റെ ഒപ്പമാണെങ്കിൽ, അവൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ, അവന്റെ വഴികളാണ് നമ്മൾ തിരഞ്ഞെടുത്തതെങ്കിൽ, നമ്മൾ ചെയ്തെന്ന് അവന്റെ കയ്യിലേക്ക് സമർപ്പിച്ചിട്ട്, ദൈവമേ ഇത് ഞാൻ ചെയ്തത് ശരിയാണെങ്കിൽ എന്നെ ഇങ്ങനെ നയിക്കണമേ, തെറ്റാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരണമേ അല്ലെ, എന്നെ കറക്റ്റ് ചെയ്യണമേ, എന്റെ പിതാവിനെ പോലെ എന്നെ കറക്റ്റ് ചെയ്യണമേ എന്ന് ഒരു അപേക്ഷ നമ്മൾ കയ്യിലേക്ക് കൊടുക്കുവാണെങ്കിൽ അല്ലെ, ദൈവമേ എനിക്ക് എന്റെ വർക്ക് ചെയ്യാനുള്ള അറിവില്ല, പക്ഷെ ദൈവമേ എനിക്ക് ചെയ്തു തരണമേ,
എനിക്ക് ഹെൽപ്പ് ചെയ്യണം, എൻ്റെ വർക്ക് പ്ലേസിൽ എൻ്റെ വർക്കിനെ നിറച്ചുവ ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധി അല്ലെ, അതിനുള്ള കഴിവ് എനിക്ക് തരണം. എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള കഴിവ് എനിക്കില്ല, എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങ് പറഞ്ഞിരിക്കുന്നത് അതുങ്ങൾ പോകേണ്ട വഴിയിൽ അതുങ്ങളെ ചെറുപ്പത്തിലെ തന്നെ അടിച്ചു വളർത്തി നയിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് അറിയത്തില്ല, ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയില്ല. അങ്ങനെ പറയാൻ ദൈവത്തോട് ദൈവത്തിന്റെ മുമ്പിൽ പോയി പറയാൻ നമുക്ക് മനസ്സുള്ളവരാണെങ്കിൽ, നമ്മളുടെ ജീവിതത്തെ യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ നമ്മൾ മനസ്സുള്ളവരാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സക്സസ്ഫുൾ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ യേശുവിന് സക്സസ് ആയിരിക്കാനേ പറ്റത്തുള്ളൂ, യേശുവിന് തോൽക്കാൻ സാധിക്കത്തില്ല. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്നും വിക്ടോറിയസ് ആയിരിക്കും, എന്നും വിക്ടോറിയസ് ആയി തോൽക്കാൻ സാധിക്കത്തില്ല അല്ലെ. നമ്മൾക്കറിയാം ദൈവത്തിന്റെ എന്താ പറയുക, വലിയ ദാസന്മാര് അവര് ദൈവമില്ലാതെ ഒരു കാര്യവും ചെയ്തിട്ട്, നമ്മുടെ യേശുവിന്റെ കാര്യം നോക്കിയോ അല്ലെ, യേശുവിന്റെ കാര്യം തന്നെ നോക്ക്. യേശു എന്നും സക്സസ്ഫുൾ ആയിരുന്നല്ലോ അല്ലെ. ഈ ലോകത്തില് സകല വിധത്തിലുള്ള ഒരു വ്യക്തി പോലും ചെയ്യാത്ത അത്രയും മിനിസ്റ്റർ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു അല്ലെ. ഇപ്പൊ ജോൺ തന്നെ എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, യേശു ചെയ്ത കാര്യങ്ങള് എല്ലാം നമ്മളൊരു ബുക്കായിട്ട് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം തികയത്തില്ല, അത് ആ ബുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല, അത്രയധികം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ യേശു ചെയ്തത്രേ ആർക്കെങ്കിലും ഇന്ന് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യേശു ചെയ്തതിനേക്കാളും വർക്ക് ചെയ്യും. എന്താ വെച്ചാൽ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് യേശുവിനോട് വർക്ക് ചെയ്യുമ്പോൾ, ഹോളി സ്പിരിറ്റ് കൊണ്ട് നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റിന്റെ കാര്യത്തിൽ കൂടും, പക്ഷെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ അതേപോലെ തന്നെ ഇരിക്കത്തുള്ളൂ അല്ലെ. കാരണം ദൈവമാണ് യേശു ക്രിസ്തു. യേശു ചെയ്തതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയിലുള്ള വർക്കൊന്നും നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെ. പക്ഷെ ക്വാണ്ടിറ്റി അല്ല, ഇപ്പൊ ഒത്തിരി പേരുള്ളപ്പോ യേശുവിന്റെ മക്കൾ എല്ലാവരും ഉള്ളപ്പോ ഒരുപാട് ക്വാണ്ടിറ്റി വർക്കുകൾ ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്കറിയാം യേശു ചെയ്ത് ഒരു കാര്യം പോലും പരാജയമായിരുന്നില്ല, അവന് പരാജയപ്പെടാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, യേശു ലോകത്തുണ്ടായിരുന്നപ്പോ 100% ഹ്യൂമൻ ബീങ് ആയിരുന്നു എന്നുള്ള കാര്യം വിചാരിച്ചു അല്ലെ. 100% മനുഷ്യനായിരുന്നു അല്ലെ, 100% മനുഷ്യൻ. അപ്പൊ ഒരു കാര്യം നമ്മള് പ്രവർത്തികളുടെ 10ാമത്തെ ചാപ്റ്ററിലേക്ക് ഇപ്പൊ 38ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നസറേയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോ ഇവിടെ ദൈവം പിതാവ് പുത്രനെ അനോയിന്റ് ചെയ്തു, ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് നിറച്ചു അനോയിന്റ് ചെയ്തു. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവർ യേശുവിന്റെ ഉള്ളിൽ ഫുൾനെസ്സിൽ ഉണ്ടായിരുന്നല്ലോ, നിറച്ചും ഉണ്ടായിരുന്നു. അപ്പൊ യേശുവിനെ പോലെ അത്രയും അനോയിന്റുകൾ ഒരു വ്യക്തി പോലും ഇല്ല, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഫുൾനെസ് യേശുവിനുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഉണ്ടായിരുന്നിട്ട് പോലും ഒരു കാര്യം സ്പെഷ്യൽ ആയിട്ട് യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലെ. അതാണ് നമ്മളിവിടെ വായിച്ചത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം കൂടെ ഇരുന്നുകൊണ്ട് ദൈവം യേശുവിനെ നയിക്കുകയായിരുന്നു ചെയ്തത്. ദൈവം എന്ത് ചെയ്യണമെന്ന് പറയുന്നു അതിന്റെ അപ്പുറത്തേക്ക് യേശു 1 ഇഞ്ച് പോലും മാറിയിട്ടില്ല. എന്ത് സംസാരിക്കണമോ അത് ദൈവം പറയുന്ന, പിതാവ് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് യേശു ഒന്നും ചെയ്തിട്ടില്ല. അതാണ് യേശുവിന്റെ സക്സസിന്റെ കാരണം അല്ലെ. അല്ലാതെ വെറുതെ എന്താ പറഞ്ഞ വേറെ ഒന്നുമല്ല, ദൈവം കൂടെ ഇരുന്നു, ദൈവം പറഞ്ഞ വഴിയെ കൂടെ നടന്നു, ഹോളി സ്പിരിറ്റ് ഗോഡ് നയിച്ചു. ഹോളി സ്പിരിറ്റ് ഗോഡാണ് യേശുവിനെ എന്താ പറയാ മരുഭൂമിയിലേക്ക് വിൽഡർനെസ്സിലേക്ക് നയിച്ചത് അല്ലെ, ടെംപ്റ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി. അപ്പോ ദൈവം വരച്ച വരയിൽ കൂടെ, ദൈവം നയിച്ച വഴിയിൽ കൂടെയാണ് നടന്നത്, അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയിരുന്നു. മോസസ് ഒന്ന് വിചാരിച്ചു നോക്കിയേ, മോസസ് എത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ഒരു പാപം ചെയ്തു, ഒരു അനുസരണക്കേട് കാണിച്ചു, അതുകൊണ്ട് കനാലില് കയറാൻ പറ്റില്ല, അത് വാസ്തവം. പക്ഷെ സ്പിരിച്വലി വന്നല്ലോ, സ്പിരിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന് ശേഷം യേശുവിനെ കാണാൻ വേണ്ടി അല്ലെ എലൈജയും മോസസും വന്നല്ലോ അല്ലെ. അപ്പൊ ഇനി തിരിച്ചു വരുമ്പോ നമ്മളെല്ലാരും ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് യേശുവിനെ ഭരിക്കാൻ വരുമ്പോൾ മോസസ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ മോസസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തെറ്റ് ചെയ്തു. അപ്പൊ ഒന്ന് വിചാരിച്ചു, മോസസിന് വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഇസ്രായേൽ മക്കളുടെ പ്രവർത്തനമൊക്കെ അല്ലെ. ഒരുപക്ഷെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത്, അപ്പോഴത്തെ ഒരു ടെൻഷന്റെ പുറത്ത് അങ്ങനെയെങ്കിലും എന്തെങ്കിലും മോസസ് ചെയ്തതായിരിക്കാം. അങ്ങനെ ദൈവം പറഞ്ഞ് കേൾക്കായിരുന്നു, എന്താ കാര്യം നമുക്ക് അറിഞ്ഞു. പക്ഷെ മോസസ് അങ്ങ് ചെയ്തു, അത് വാസ്തവം ഒരു തെറ്റ് ചെയ്തു അല്ലെ, ഒരു പാവം ചെയ്തു, അതുകൊണ്ട് മോസസിന് കനാലിലേക്ക് ഫിസിക്കലി കയറാൻ പറ്റില്ല. അപ്പൊ അതിനേക്കാൾ അത് മാറ്റിവെക്ക്. അല്ലാതെ ഒന്ന് വിചാരിച്ചു വെക്കുക, മോസസ് ദൈവം നയിച്ച വഴിയിൽ കൂടെ നടന്ന ഒരു വ്യക്തിയാണ്. മോസസിന്റെ പ്രാർത്ഥന, ദൈവം എനിക്ക് അങ്ങയുടെ വഴി കാണിച്ചു തരണം, അപ്പൊ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം
മോസസ് ഇങ്ങനെ എന്താ പറയുക, ഈ മോസസ് ദൈവവുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ താഴെ ഇസ്രായേൽ മക്കളെല്ലാം കൂടെ എന്താ സ്വർണം കൊണ്ട് കാളന് അല്ലെ പശുവിനെല്ലാം ഉണ്ടാക്കി അതിന് ചുറ്റുകൂടിയിട്ടൊക്കെ ഓടി നടക്കുന്ന സമയത്ത് ദൈവം ഒരു തീരുമാനം എടുക്കുന്നു. ഇവരെ എന്താ പറയുക മൗണ്ട് സിനായിൽ നിന്ന് കനാനിലേക്ക് ദൈവം കൊണ്ടുപോവുക അല്ലെ. പക്ഷേ ദൈവം ഒരു തീരുമാനം എടുക്കുന്നു, ഞാൻ ഇവരെ കൂടെ നടക്കത്തില്ല, ഇനി അങ്ങോട്ട് മുമ്പോട്ട് നടക്കത്തില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് സ്റ്റിഫ് നെക്ഡ് ആയിട്ടുള്ള മനുഷ്യരാണ് അല്ലെ. ഇവര് എന്താ പറയാ ഭയങ്കര ഹെഡ് വെയിറ്റ് ഉള്ള ആൾക്കാർ. ഇവരുടെ കൂടെ ഞാൻ നടക്കുവാണെങ്കിൽ, ഇവരുടെ നടുവിൽ ഞാൻ നടക്കുവാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവരെ ഞാൻ തന്നെ നശിപ്പിച്ചു പോകും. കാരണം ഇവരുടെ കയ്യിലിരിപ്പ് അങ്ങനത്തെ ഒരു കാര്യം അല്ലെ. അപ്പൊ മോസസിനോട് ദൈവം പറയും, നിന്നെ ഞാൻ ഒരു എന്താ പറയാ നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കാം അല്ലെ, നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറയും. പക്ഷെ മോസ അന്ന് പറഞ്ഞ എന്താ കാര്യം എന്താ, അങ്ങനെ ആയോ പോരാ ദൈവമേ അല്ലെ, ഞങ്ങളുടെ കൂടെ അങ്ങ് എൻ്റെ കൂടെ തന്നെയായ പോരാ. പക്ഷെ എന്താ പറയാ പുറപ്പാട് പുസ്തകത്തിന് 32ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ മോശ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അല്ലെ. ദൈവം ഞങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ ഒരു രക്ഷയുമില്ല, നമ്മള് എന്താ പറയാ എത്തിപ്പെടത്തില്ല എന്നാണ് ഉള്ള കാര്യം മോസസിന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ദൈവം എന്താ പറയാ നയിക്കുന്ന വഴിയിൽ കൂടെ നടക്കണം എന്നാണ് മോസസും താല്പര്യപ്പെട്ടത് അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദൈവം വരച്ച വഴിയിൽ കൂടെ എല്ലാം നടന്നപ്പോ കുറച്ച് ദിവസങ്ങൾ നടന്നപ്പോൾ ഡേവിഡ് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ നമ്മളോട് ദൈവം പറയുന്നത് നമ്മളുടെ വഴികളെ അല്ലെ ദൈവത്തിന്റെ കയ്യിലേക്ക് സമർപ്പിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യണം. ചെയ്യുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിരിക്കും. എനിക്കറിഞ്ഞൂടാ ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇതിങ്ങനെ സംസാരിക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ അല്ലെ, ദൈവത്തിന്റെ വഴി കൂടെ നടക്കണോ അല്ലാതെ നമ്മുടെ ഇഷ്ടം പ്രകാരം നടക്കണമോ, അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ദൈവത്തിന്റെ വഴി കൂടെ നടക്കുക. കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അവന്റെ വഴി കൂടെ നടന്ന നമ്മളെ താങ്ങാൻ അവനുണ്ട് അല്ലെ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരമാണ് നടക്കുന്നെങ്കിൽ, നമ്മുടെ ജഡത്തിന്റെ മോഹത്തിനനുസരിച്ച് ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ നമ്മളെ താങ്ങാൻ ഉണ്ടാകണം എന്ന് നിർബന്ധം ഇല്ല. എന്നാലും അവൻ സ്നേഹമുള്ളവനാണ്, നമ്മൾ തേടിയെത്തുക തന്നെ ചെയ്യും. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ തോന്നിയ രീതിയിൽ പോയിട്ട് പിന്നെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് ഇന്നേ ദൈവത്തിന്റെ വഴി കൂടെ നടക്കുവാണെങ്കിൽ പ്രശ്നം തീരത്തില്ല. ദൈവം പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ നടക്കുവാണെങ്കിൽ അല്ലെ, നമ്മുടെ വഴികൾ അവന്റെ കയ്യിലേക്ക് കൊടുക്കുവാണെങ്കിൽ അല്ലെ. പലപ്പോഴും ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം എന്താ പറയുന്നത്, അവർക്ക് പേടിയാണ് നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഡെസിഷൻസിനെ ഒക്കെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ ഒത്തിരി ഒരു പേടിയാണ്. കാരണം ദൈവം നോ എന്ന് പറഞ്ഞാലോ എന്നുള്ള കാര്യം അല്ലെ. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം ഹിറ്റ്ലറിനെ പോലെ അല്ലെ സദാം ഹുസൈനെ പോലെ ഒരു ഡിക്റ്റേറ്റർ ദൈവം ഒന്നുമല്ല. നമ്മൾക്ക് ബെസ്റ്റ് എന്നുള്ള കാര്യം മാത്രമേ ദൈവം പറയത്തുള്ളൂ. അത് ചിലപ്പോഴൊക്കെ നമ്മളുടെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും, പക്ഷെ കാലം തെളിയിക്കും അല്ലെ. ദൈവം പറഞ്ഞതായിരുന്നു കറക്റ്റ് എന്നുള്ള കാര്യം കാലം തെളിയിക്കും അല്ലെ. അവനോട് നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കേ അത് നയിക്കത്തുള്ളൂ. നമ്മൾക്ക് ആദ്യമൊന്നും അങ്ങനെ തോന്നിയില്ലെങ്കിൽ പോലും ദൈവത്തോട് നമ്മൾ അനുസരണക്കേടെന്ന് പറഞ്ഞാൽ അത് പാപമാണ് അല്ലെ. ആദവും ഈവും എന്താ പറയാ ചെയ്തത് അനുസരണക്കേടായിരുന്നു, അത് വലിയൊരു പാപമായി തീർന്നു അല്ലെ. അല്ലാതെ അവര് ബാങ്ക് കുതി തുറക്കുന്ന എന്താ മോഷ്ടിക്കാനോ വ്യഭിചാരത്തിനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോരല്ലോ. ഇന്നത്തെ കാലത്ത് ആൾക്കാർ ചെയ്യുന്ന പോലത്തെ ഒരു കാര്യം ആദവും ഈവും ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലെ. അവര് ചെയ്തത് എന്താ പറയുക ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു. ആ ഒരു പാപം, ഒരു അനുസരണക്കേടാണ് ആൾക്കാർ, അത് വലിയൊരു പാവമായി തീർന്നു. അപ്പൊ നമ്മളോട് ദൈവം തന്റെ കൈകളിലേക്ക് നമ്മുടെ വഴികളെ കൊടുക്കാൻ പറയുമ്പോൾ, ഞാൻ നോക്കിക്കോളും, ഞാൻ നിന്റെ നീതിയെ പ്രകാശിതപൂർണ്ണമാക്കും അല്ലെ, നിന്റെ ജീവിതം എന്നും വിക്ടോറിയസ് ആയിരിക്കും എന്ന് പറയുമ്പോ നമ്മൾ അതിന് താല്പര്യമില്ല, അങ്ങനെയല്ല ഞാൻ നോക്കിക്കോളാന്നേ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുവാണെങ്കിൽ എന്ത് പറ്റും, നമ്മൾ തോറ്റുപോവുകയും ചെയ്യും. നമ്മള് ചെന്നെത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തപ്പെടത്തുമില്ല. ദൈവം നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ പർപ്പസ് ഉണ്ടല്ലോ അല്ലെ. കോമൺ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളത് അല്ലെ. നമ്മള് എന്താ പറയാ ദൈവത്തിനെ എന്താ പറയാ ശിഷ്യരാക്കി ഈ ലോകത്തുള്ള ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് അല്ലെ. ഏറ്റവും വലിയ പർപ്പസ്, നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസും കോളിംഗ് എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത്. പിന്നെ ദൈവം നമുക്ക് എല്ലാവർക്കും വെച്ചിരിക്കുന്ന ഒരു കോമൺ ആയിട്ടൊക്കെ ഉള്ള കോളിംഗ് ആണ് ഇവാഞ്ചലൈസ് ചെയ്ത ആൾക്കാരെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അല്ലെ. അതെല്ലാവർക്കും ഉള്ളതാണെങ്കിൽ, അതെല്ലാം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ, ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരം പോവുകയാണെങ്കിൽ അങ്ങനെ ദൈവം നമ്മൾക്ക് വെച്ചിരിക്കുന്ന ആ വർക്ക് നമുക്ക് ഫിനിഷ് ആക്കാൻ സാധിക്കത്തില്ല.
കാരണം ദൈവം നമ്മൾക്കൊരു വർക്ക് തരുമ്പോൾ അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന വർക്കുകളാണ് തരുന്നത്. മനുഷ്യരോട് ദൈവം ചെയ്യാൻ പറയുന്ന വർക്കുകൾ ഇവാഞ്ചലൈസ് ചെയ്യാൻ പറയുമ്പോൾ അത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണത്. അല്ല മനുഷ്യർക്ക് സ്വന്തമായിട്ട് ചെന്ന് ഒരു വ്യക്തിയോട് ഗോസ്പൽ പറയാൻ സാധിക്കത്തില്ല, അല്ലെ? ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സാധിക്കത്തില്ല, ഒരു വ്യക്തിയെ പോലും സുഖപ്പെടുത്താനും സാധിക്കത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ ദൈവത്തിന് സാധിക്കുന്ന കാര്യം മാത്രമാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ ദൈവത്തിന് നമ്മൾ കൂടെ വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ജീവിതമായി തീരാതിരിക്കട്ടെ നമ്മുടെ ജീവിതം, അല്ലെ? നമ്മുടെ വഴികളെ അവന്റെ കയ്യിലേക്ക് നമുക്ക് കൊടുക്കാം. അവനറിയാം കൃത്യമായിട്ട് എന്താണ് നമ്മൾക്ക് ബെസ്റ്റ് എന്നുള്ളത്. അങ്ങനെ ഒരു ജീവിതമായിരിക്കട്ടെ, അല്ലെ? അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പോൾ അത് പ്രാർത്ഥിക്കുന്നത് കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ കൈകളിലേക്ക് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക കർത്താവെ. ഇന്ന് ഈ നിമിഷത്തിൽ കർത്താവെ പോയ കാലങ്ങൾ പലപ്പോഴും കർത്താവ് ഞങ്ങളുടെ ഇഷ്ടത്തിനും പ്രകാരമുള്ള ജീവിതം ഞങ്ങൾ നയിച്ചിട്ടുണ്ട്. പക്ഷേ ഫാദർ ഗാഡ്, ഇന്ന് ഞങ്ങൾ ചോദിക്കുക കർത്താവ് ലോർഡ് ഫാദർ ഗാഡ്, അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ജീവിതം നയിക്കാൻ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു കർത്താവ് ലോർഡ് ഫാദർ ഗാഡ്. തെറ്റുകളും കുറ്റങ്ങളും പറ്റിപ്പോയിട്ടുണ്ട്, പക്ഷേ പൊറുക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്, അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. നീ കേട്ട നന്ദി. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ.